അന്ന് രാത്രി കാണിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറുന്ന സ്റ്റേജ് കത്തിച്ച് ശാമ്പലാക്കാനും നാടകം അലങ്കോലമാക്കാനുമായിരുന്നു പള്ളിച്ചട്ടമ്പിയായ ക്രിസ്റ്റഫറിന്റെയും കൂട്ടുകാരനായ സാലിയുടെയും പ്ലാൻ. നാടകം പകുതിയാകുമ്പോൾ നാടകവേദിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചുട്ടരിക്കാനാണ് അവരുടെ പദ്ധതി. അവർ എന്തിനാണ് ഇവിടെ വന്നതെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ചുവടുവെപ്പ് കാണിയാർ ഗ്രാമത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിൽ പരിഭ്രാന്തി ഉളവാക്കി. വിശ്വാസികളിൽ പലരും കമ്മ്യൂണിസ്റ്റുകാർ ആകുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിന് വിള്ളലേൽക്കുമെന്നാണ് അവരുടെ പേടി. കമ്മ്യൂണിസ്റ്റുകാരെ തടയാൻ വേണ്ടി ആ സഭക്കാർക്ക് ഒരു ചട്ടമ്പി ആവശ്യമായി വരുന്നുണ്ട്. സഭയുടെ നിർദ്ദേശപ്രകാരം ക്രൈസ്തവനായ ഒരു ചട്ടമ്പി അന്വേഷിച്ച് രണ്ടുപേർ തോമാപുരത്തെത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവർ കൃഷ്ണപിള്ളയെ കണ്ടുമുട്ടുന്നു. അയാൾ ക്രൈസ്തവനല്ലാത്തതുകൊണ്ട് കൃഷ്ണപിള്ളയുടെ പേര് അവർ ക്രിസ്റ്റഫർ എന്നാക്കി മാറ്റി അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. കാരണം തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളു തന്നെ പള്ളിയുടെ സംരക്ഷകനായി വരണമെന്ന് കാണിയാർ അച്ഛന്റെ ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ കാണിയാർ നിവാസികൾക്കിടയിൽ കൃഷ്ണപിള്ള ക്രിസ്റ്റഫറായി അവതരിക്കുന്നുണ്ട്. അവിടെ വന്ന് പള്ളിക്കും സഭയ്ക്കുമെതിരെ കുത്തിയ കമ്മ്യൂണിസ്റ്റ് കൊടികൾ വലിച്ചൂരുന്നതിലൂടെ അവൻ കൂടുതൽ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. നാട്ടിലെ യുവാക്കളെയെല്ലാം പരിശീലിപ്പിച്ച് ഒരു ക്രിസ്റ്റഫർ ആർമി ഉണ്ടാക്കി അവൻ ആ സഭയെ സംരക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരുപാട് യുവാക്കളെ കമ്മ്യൂണിസത്തിലേക്ക് നയിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അയൽഗ്രാമങ്ങളിൽ വിജയകരമായി അരങ്ങേറുന്നത്. അടുത്തതായി ഈ നാടകം കാണിയാറിലാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ സഭയും നാട്ടുകാരും ക്രിസ്റ്റഫറിന്റെ അടുത്ത് ഈ നാടകം തടയാൻ വേണ്ടി പറയുന്നുണ്ട്. KPSC എന്ന നാടക കമ്പനിയുടെ നമ്മുടെ മണ്ണിലെ അവസാന നാടകമാണെന്ന് പറഞ്ഞാണ് ക്രിസ്റ്റഫർ ഈ നാടകം തടയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയുടെ ഫുൾ എക്സ്പ്ലനേഷൻ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിനുള്ളിൽ കയറി കണ്ടോളൂ.